ലാബിസിൻ്റെ MD കൂടിയാണ്. മുജീബ് ഖാനെ പ്രത്യേകം നമുക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഒരു കാര്യം കൂടി ചോദിക്കാൻ, പല്ല് തേക്കാത്ത ആരെങ്കിലും ഉണ്ട് ഇവിടെ? എല്ലാവരും പല്ല് തേച്ചില്ല വന്നത്. സോ അതൊരു ഹാബിറ്റാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഹാബിറ്റാണ്. അപ്പോൾ ഈ ഹാബിറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് എടുക്കാൻ പോകുന്ന ക്ലാസ്സിലേക്കാണ് മുജീബ് ഖാനെ ഈ വേദിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രവേശനത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സ്റ്റേജ് ഈസ് യുവേഴ്സ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ ടു ഓൾ. കാരണം ആദ്യമായി ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് നിങ്ങൾ ഈ സമയത്ത്, പ്രത്യേകിച്ച് 5:30 നിങ്ങൾ ഇവിടെ എത്തിയെങ്കിൽ അത് നിങ്ങളുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമാണ്, അല്ലേ? നമുക്ക് അത്തരത്തിലൊരു ശീലമില്ലായിരുന്നു എങ്കിൽ, അതും റിയാദിൽ വെച്ച് നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ, വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രവാസിയുടെ ഏറ്റവും വളരെ സോഫ്റ്റായിട്ടുള്ള, അതല്ലെങ്കിൽ ഏറ്റവും ലേസി ആയിട്ടുള്ള ഒരു ദിവസമാണ്. ആ ദിവസത്തിൽ പോലും 5:30 മണിക്ക് ഈ ഷോലാമാളിൽ നമുക്ക് എത്തുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും തന്നെ നാം 4 മണിക്കോ 3:45 4:15 എണീറ്റതിന് ശേഷമാണ് നമുക്കിവിടെ എത്താൻ സാധിച്ചത്. റൈറ്റ്? സോ വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻ ടു ഓൾ. താങ്ക് യു. ഒന്നുമില്ലായ്മയിൽ നിന്നും ഒന്നിലേക്കുള്ള ദൂരം. എന്താണ്? ഒന്നുമില്ലായ്മയിൽ നിന്നും ഒന്നിലേക്കുള്ള ദൂരം വളരെ വലിയതാണ്. 1-ൽ നിന്നും 100-ലേക്ക് വളരെ ഈസിയാണ്. അത് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ 0 to 1 ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. നാം ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക, അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്, അല്ലേ? ആ 0 to 1 ആ ഒരു ജേണി സംതിങ് ഡിഫറൻ്റ് ആണ്. നമ്മുടെ എല്ലാ വിജയത്തിൻ്റെയും കാരണത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ അവിടെ നമ്മുടെ സ്വഭാവങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതായി കാണാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും തന്നെ വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ലക്ഷ്യങ്ങളുമുണ്ട്. പക്ഷെ ആ ലക്ഷ്യങ്ങളിലേക്ക് പലപ്പോഴും നമുക്ക് എത്താൻ സാധിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ റീസൺ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വഭാവങ്ങളും 2 ലൈനിൽ പോകുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങളെ നാം അതിനോടനുബന്ധിച്ച് അലൈൻ ചെയ്തിരിക്കും. അല്ലാത്ത പക്ഷം ഒരിക്കലും തന്നെ നമുക്ക് സാധ്യമല്ല അത്. ആർ യു റെഡി ടു ഇംപ്ലിമെൻറ്റ് 2 ഹാബിറ്റ്സ് ഫ്രം നൗ? ഇതാണ് ഇന്നത്തെ ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ 2 ഹാബിറ്റുകൾ ഇന്നേ ദിവസം മുതൽക്ക് സ്ഥിരമായി കൃത്യമായിട്ട് പാലിക്കുവാൻ നിങ്ങൾ തയ്യാറാണ്? റെഡി? റൈസ് യുവർ ഹാൻഡ്സ്. കംപ്ലീറ്റ് റെഡി ആണല്ലോ അല്ലേ? 2 കാര്യങ്ങൾ, 2 ഹാബിറ്റുകൾ ഇന്ന് മുതൽക്ക് നാം നമ്മോടൊപ്പം ചേർക്കുവാൻ തോന്നും. ചിലപ്പോൾ ചിലരെല്ലാം തന്നെ ഇതിൽ ചില ഭാഗങ്ങളെല്ലാം തന്നെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ആ 2 ഹാബിറ്റുകളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയ വിജയങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാണ്. ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ പിക്ചറിനെ കുറിച്ച് എന്തെങ്കിലും ഇൻസൈറ്റ് ആർക്കെങ്കിലും? എനിവൺ? യെസ്. വെരി ഗുഡ്. താങ്ക് യു. ഈ ഒരു പിക്ചർ നമുക്ക് നൽകുന്ന ഒരുപാട് ഇൻസൈറ്റുകളുണ്ട്. ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇമോഷൻസ് ഉണ്ടാക്കുന്ന ഒരു പിക്ചറാണിത്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പിക്ചർ. ആ പിക്ചറിൽ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 5 രാഷ്ട്രങ്ങളിൽ ഒന്നായി ചില മേഖലകളിൽ നമ്മുടെ രാജ്യത്തിന് എത്താൻ സാധിച്ചത് ഇത്തരത്തിലുള്ള ആളുകളുടെ വിഷൻ്റെ ഭാഗമായിട്ടായിരുന്നു. അവർ തുടങ്ങിയ കാലഘട്ടത്തിൽ അവർക്കൊരിക്കലും തന്നെ ചിന്തിക്കുവാൻ പോലും സാധ്യമല്ലാതിരുന്ന ഒരിടത്തു നിന്നും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ വളരുവാൻ സാധിക്കും.
ഈ ഒരു പിക്ചർ നിങ്ങൾ കാണും. ഈ വ്യക്തികൾ നിങ്ങൾക്ക് പലരെയും നിങ്ങൾക്ക് പരിചയമുണ്ട്. ബത്താം എക്സവൻ്റെ ഒരു പിക്ചറാണിത്. നമ്മൾ ബത്തയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് ആളുകളുടെ പിക്ചർ. ആ പിക്ചർ അവിടെ ആളുകൾ പ്രാക്ടീസ് ചെയ്യുവാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി. അവിടെ നിന്നും അവർ ഇന്ന് ഈ ഷോലാമാളിൽ എത്തിയിരിക്കുന്നു. 1-ാം വാർഷികം എവിടെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ സംസാരത്തിൻ്റെ ഭാഗമായി നാം ഇവിടെ എത്തിയിരുന്നു. ഇവിടെ എത്താൻ സാധിച്ചത് ഏറ്റവും ആദ്യം നാം നന്ദി പറയേണ്ടത് നമ്മളെ നാസർക്കയോടാണ്. താങ്ക് യു നാസർക്ക, താങ്ക് യു വെരി മച്ച്. അതോടൊപ്പം തന്നെ ഈ ഷോലാമാളും അൽവഫ ടീമും നൽകിയ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ എത്താൻ സാധിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വളരെ സാധാരണഗതിയിൽ ഒരു സാധാരണ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടേണ്ടുന്ന ഈ പ്രോഗ്രാമിനെ ഇത്രമാത്രം ഭംഗിയായിട്ടുള്ള ഒരു വേദിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഇവിടെ നിന്നും അടുത്ത വർഷം 2026 എവിടെയായിരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും, നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ആ രീതിയിലുള്ള റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. നമ്മുടെ ചിന്തകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ചിന്തകളാണ് നമ്മളെ നയിക്കേണ്ടത്. പലപ്പോഴും ചെറിയ രീതിയിലുള്ള ചിന്തകൾ അത് നമ്മെ ലിമിറ്റിംഗ് ബിലീഫ്സുകളായി മാറ്റിക്കൊണ്ടേയിരിക്കും. അവിടെ നിന്ന് നാം തുടങ്ങേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആ ചിന്തകളാണ് നമ്മെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഒരൊറ്റ കാര്യം നമുക്ക് ചെയ്തു തുടങ്ങാം. ഒരു ഹാബിറ്റ് ടെസ്റ്റ് ചെയ്താലോ? എന്താണ്, നിങ്ങൾ റെഡിയാണോ? ഒരു ഹാബിറ്റ് ടെസ്റ്റ് റെഡി? ഓക്കെ. ഇന്ന് അതിരാവിലെ ഈ സെഷനിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ചില ചിന്തകളുണ്ടായിരിക്കാം. എൻ്റെ പേഴ്സണൽ ലൈഫിൽ, എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ, എൻ്റെ ഫാമിലി ലൈഫിൽ, എൻ്റെ സോഷ്യൽ ലൈഫിൽ, എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ വ്യത്യസ്തങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറിവ് എനിക്ക് ലഭ്യമാവുമെന്ന ചിന്തയോടു കൂടിയാണല്ലോ നിങ്ങളെല്ലാവരും തന്നെ ഈ വേദിയിലേക്ക് എത്തിയത്, അല്ലേ? റിസ്യൂറാൻസ്, യെസ് ഓർ നോ? നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത ഉണ്ടാക്കുന്ന ഒരു അറിവ് ഇന്ന് ലഭ്യമാവുമെന്ന്. ഏത് രീതിയിലാണ് നിങ്ങൾ ഓരോരുത്തരും എത്തിയത്? ആ അറിവിനെ സ്വീകരിക്കുവാനുള്ള ഏത് തരത്തിലുള്ള ഒരു പാത്രമായിട്ടാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്? നിങ്ങൾ ചെറിയ കപ്പുമായിട്ടാണ് വന്നത്? അതല്ലെങ്കിൽ ഒരു പൊട്ടിയ കപ്പുമായിട്ടാണ് വന്നത്? അതല്ലെങ്കിൽ ഒരു വലിയ ഒരു പാത്രമായിട്ടാണ് വന്നത്? ഏത് രീതിയിലാണ് നിങ്ങൾ ഇവിടേക്ക് എത്തിയതെന്ന് ഒന്ന് സ്വയം അനലൈസ് ചെയ്യുക. രണ്ടാമത്തേത്, ഈ അറിവ് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. എത്ര പേർ ഒരു നോട്ട്ബുക്കും ഒരു പെന്നുമായി ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്? റൈസ് യുവർ ഹാൻഡ്സ്. ആരെങ്കിലും ആ രീതിയിൽ എത്തി? വെരി ഗുഡ്, വെരി ഗുഡ്. സി, ഒരാളെ ഹാൻഡ് റൈസ് ചെയ്തു. ഇന്ന് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന അറിവിനെ നോട്ട് ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പകർത്തണമെന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങളെല്ലാവരും വന്നെങ്കിൽ, പക്ഷെ ഒരാൾ മാത്രം അവർ എന്ത് ചെയ്തു? ഒരു നോട്ട്ബുക്കും പെന്നുമായി വന്നു. എഴുതണം. നമ്മൾ എഴുതിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? വളരുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു ബിഗ് ക്ലാപ്പ് കൊടുക്കാം ഒരാൾക്ക്. താങ്ക് യു മാം, താങ്ക് യു മാം. വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാം. സാറേ, നോട്ട്ബുക്കിൻ്റെ കാലഘട്ടം കഴിഞ്ഞില്ലേ? ഇന്ന് ഡിജിറ്റലാണ്, എല്ലാ കാര്യങ്ങളും ഡിജിറ്റലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മൊബൈലുകളുണ്ട്, സ്മാർട്ട് ഫോണുകളാണ് നമ്മൾ ഓരോരുത്തരും തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിലാണെങ്കിലോ നോട്ട് പാഡുമുണ്ട്, അല്ലേ? നിങ്ങളടുത്ത് എല്ലായിടത്തില്ലേ മൊബൈൽ? ടേക്ക് യുവർ മൊബൈൽ. എല്ലാവരും ഒന്ന് മൊബൈൽ എടുത്താണ്. അതിൽ നോട്ട് പാഡ് ഒന്ന് ഓണാക്കിയ ഓണാക്കിയോ? And write. Don't believe your brain. Don't believe your brain. Script it. ഓരോ ദിവസം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് 30,000 മുതൽ 60,000 അതല്ലെങ്കിൽ 70,000 ചിന്തകളാണ്. ഈ ചിന്തകൾക്കിടയിൽ 1-2 പോയിന്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഓർത്തെടുക്കാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റുകളെ നാം എന്ത് ചെയ്യണം? എഴുതി വെക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വളർത്തുവാൻ സാധിക്കുകയുള്ളൂ. സോ സ്ക്രിപ്റ്റ് ഇറ്റ്. ആദ്യത്തെ ലൈൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്.
എന്ത് കാര്യം നിങ്ങൾക്ക് കിട്ടുന്നോ ഇതൊരു സ്വഭാവമാക്കി മാറ്റണം. വിജയിച്ച വ്യക്തികൾ നമുക്ക് പലരെയും നമുക്കറിയാൻ പറ്റും. നമുക്കെല്ലാവർക്കും തന്നെ വിജയിക്കുവാനുള്ള ആഗ്രഹങ്ങളുണ്ട്. അവരെല്ലാവരും തന്നെ അവരുടെ ജീവിത ശൈലികൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ആദ്യത്തെ ഭാഗം അവരെല്ലാവരും തന്നെ അതിരാവിലെ എണീക്കുന്നവരായിരുന്നു. ആൻഡ് വി മെക്സവൻ പീപ്പിൾ ആൾസോ, നമ്മളെല്ലാവരും അതുപോലെ തന്നെ അതിരാവിലെ എണീക്കുന്നുണ്ട്. 90% വരുന്ന ജനങ്ങളും ഉറങ്ങുകയാണ്. ഈ സന്ദർഭത്തിൽ 10% ആളുകൾ മാത്രമാണ് അതിരാവിലെ എണീക്കുന്ന സ്വഭാവമുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള ചാൻസസുകളാണെങ്കിലും വളരെയധികം കൂടുതലാണ്. ഹലോ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, മെക്സവൻ പീപ്പിൾ ഈ ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ശീലമുള്ള വ്യക്തികൾക്ക് വിജയിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണുള്ളതാണ്. അതുകൊണ്ട് തന്നെ മെക്സവൻ്റെ ആൾക്കാരെ സംബന്ധിച്ചുള്ളത് ഏറ്റവും കൂടുതലാണ് ഈ സാധ്യത. രണ്ടാമത്തേതായിട്ട് പറയുകയാണെങ്കിൽ വിജയിച്ച ആളുകളെ സ്വഭാവങ്ങൾ നാം പരിശോധിച്ച് നോക്കിയാൽ അവരെല്ലാവരും തന്നെ ഉണർന്നതിന് ശേഷമുള്ള ആദ്യത്തെ 1 മണിക്കൂർ അവർ ഉപയോഗിച്ചത് റെസിമസ് എന്ന രീതിയിലായിരുന്നു. റെസിമസ് റിച്വൽ 60 മിനിറ്റ്സ്. ഉണർന്നതിന് ശേഷമുള്ള ആദ്യത്തെ 1 മണിക്കൂർ നാം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മുടെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ ആദ്യത്തെ ഭാഗം സേവേഴ്സാണ് ആദ്യത്തെ. ഈ ഒരു ഫ്രെയിം വർക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇന്ന് ഇവിടെ നമ്മൾ പഠിക്കുന്നതും ഈ ഒരു ഫ്രെയിം വർക്കാണ്. സേവേഴ്സ് നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇവിടെ നിന്ന്. അതിൽ ഒന്നാമത്തേത് സൈലൻസ് ആണ് ആദ്യത്തെ. ഈ സൈലൻസിലൂടെയാണ് നമുക്ക് നമ്മുടെ മൈൻഡിനെ കാമാക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ മെക്സവനിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. നോക്കൂ, നമ്മൾ ആദ്യത്തെ ആളുകളെ പരിശോധിച്ചപ്പോൾ നമ്മൾ എന്താ കണ്ടത്? വിജയിച്ച ആളുകൾ അതിരാവിലെ എണീറ്റവരായിരുന്നു. രണ്ടാമത്തെ നാം ഓരോരുത്തരും തന്നെ എടുക്കേണ്ട ശീലങ്ങളിൽ ഒന്ന് അത് സൈലൻസാണ്. അവിടെ മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. മൂന്നാമത്തേതായിരുന്നു അഫർമേഷൻസ്. നാം ഇന്ന് അഫർമേഷൻ എടുത്തു. നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? നമ്മൾ അഫർമേഷൻ ചെയ്തു. നാലാമത്തേത് വിഷ്വലൈസേഷൻ ആയിരുന്നു. 5 എക്സസൈസ്. 21 മിനിറ്റിൽ 21 എക്സസൈസുകൾ നാം ചെയ്തു ഈ മെക്സവനിലൂടെ. ആറാമത്തേത് ആണെങ്കിൽ റീഡിങ്. അപ്പോൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക, എവിടെയാണ് നാം ഓരോരുത്തരും നിൽക്കുന്നത്. ഒന്നാമത്തേത് നമ്മൾ ആദ്യം തന്നെ നേരത്തെ എണീറ്റു. രണ്ടാമത്തേത് നമ്മൾ സൈലൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. മൂന്നാമത്തേത് അഫർമേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നാലാമത്തേത് വിഷ്വലൈസേഷൻ ആയിരുന്നു. അഞ്ചാമത്തേത് റീഡിങ് ആയിരുന്നു. ആ റീഡിങ് ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇതിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഭാഗം നോളജ് ഷെയറിങ്ങും കൂടി നമ്മൾ പ്രത്യേകിച്ച് ബത്ത മെക്സവൻ പ്രത്യേകമായി ഫോക്കസ് ചെയ്യുന്ന കാര്യമാണ് ആരോഗ്യത്തോടൊപ്പം അറിവും എന്ന ഒരു പ്രോഗ്രാം. തീർച്ചയായിട്ടും തന്നെ ആ നോളജ് കൂടി അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ആറാമത്തേതായിരുന്നു സ്ക്രിപ്റ്റിംഗ്. ഇന്ന് നാം ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ള യാത്രയിൽ നമ്മോടൊപ്പം ചേർക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹാബിറ്റായിട്ടാണ് സ്ക്രിപ്റ്റിങ്ങിനെ നാം കാണുന്നത്. അങ്ങനെ നോക്കുകയാണ് എങ്കിൽ ഏഴു കാര്യങ്ങൾ ആദ്യം നമ്മൾ ചെയ്യുന്നു. അതിരാവിലെ എണീക്കുന്നു. രണ്ടാമത്തെ സൈലൻസ്. 3 അഫർമേഷൻ. 4 വിഷ്വലൈസേഷൻ. 5 എക്സസൈസ്. 6 റീഡിങ്. 7 സ്ക്രിപ്റ്റിംഗ്. ഇതിൽ ഒരു കാര്യം മാത്രമാണ് നമ്മുടെ മുന്നിലില്ലാത്തത്. നാം ആലോചിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയ വ്യക്തികളുടെ ഒരു ആറ്റിറ്റ്യൂഡാണിത്. അവരുടെ ജീവിത ശൈലിയാണിത്. ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് ലാക്ക് ചെയ്യുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി അവിടെ ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും തന്നെ വളരുവാൻ സാധിക്കുന്നതാണ്. ആക്സിഡൻ്റൽ ഗ്രോത്തും ഇൻറ്റൻഷണൽ ഗ്രോത്തും നമുക്കറിയാം. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു?
വളർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഒരുപാട് ശീലങ്ങൾ നമ്മൾ വന്നു. 94 ഞാൻ ഇവിടെ എത്തിയതിന് ശേഷം 2020 വരെ സംതിങ് ഡിഫറെൻ്റ് ആയിരുന്നു എൻ്റെ ജീവിതം, ഒരു നോർമൽ രീതിയിലായിരുന്നു. പക്ഷെ കോവിഡ് സമയത്ത് 2020 ഏപ്രിൽ 19 ഞാൻ പങ്കെടുത്ത ഒരു ഓൺലൈൻ സെഷനിൽ എൻ്റെ മുന്നിലേക്ക് വന്ന ഒരു വാട്സപ്പ് നമ്പറാണ് ഇന്ന് ഈ രീതിയിൽ എനിക്ക് നിങ്ങളുമായി സംവദിക്കുവാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കി തന്നത്. അതിൻ്റെ മുൻപേ 1 മിനിറ്റ് പോലും കൃത്യമായി സംസാരിക്കുവാനുള്ള ശേഷി എനിക്കുണ്ടായിരുന്നില്ല. 25 വർഷം അതിനു മുന്നേ നമ്മൾ കോളേജിൽ പഠിച്ചു. അതിനു മുമ്പ് ഞാൻ സ്കൂൾ തലം മുതൽ കോളേജ് പ്രൊഫഷണൽ ലൈഫിൽ ഒരിക്കലും തന്നെ ഒരു പ്രസൻറ്റർ ആവാത്ത എന്നെ ഇന്ന് ഈ രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു വാട്സപ്പ് നമ്പറായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി എനിക്ക് എവിടെയാണ് വളരേണ്ടത്. ഒരിക്കലും തന്നെ ആക്സിഡൻ്റൽ ഗ്രോത്തിലേക്കല്ല പോകണം, ഇൻറ്റൻഷനലി ഗ്രോ ചെയ്യുവാനുള്ള ഒരു കാര്യം നാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇൻറ്റൻഷനലി അടുത്ത 2025 ഡിസംബർ 31 നാം ഓരോരുത്തരും എത്തുന്ന സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കണം എൻ്റെ ജീവിതശൈലി, എങ്ങനെയായിരിക്കും എൻ്റെ ഫിനാൻസ്, എങ്ങനെയായിരിക്കും എൻ്റെ ബിസിനസ്, എങ്ങനെയായിരിക്കും എൻ്റെ കരിയർ, എങ്ങനെയായിരിക്കും എൻ്റെ ഫാമിലി, എങ്ങനെയായിരിക്കണമെന്ന് നാം ഓരോരുത്തരും തന്നെ ഡിഫൈൻ ചെയ്തുകൊണ്ട് അതിനെ അച്ചീവ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആക്സിഡൻ്റലായിട്ടുള്ള ഒരു ഗ്രോത്തിലേക്കല്ല ഫോക്കസ് ചെയ്യപ്പെടേണ്ടത്, ഇൻറ്റൻഷനലി. ആ വാക്ക് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇൻറ്റൻഷണൽ ഗ്രോത്ത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതല്ല എങ്കിൽ നമുക്കൊരിക്കലും തന്നെ വളരുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിച്ചെന്താണ്? ആദ്യത്തെ 1 മണിക്കൂർ റെസ്യൂമസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലേ. ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ലോസിങ് ഓഫ് ദ ഡേ. നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ഓപ്പണിംഗ് ഓഫ് ദ ഡേ ആയത്. രണ്ടാമത്തത് ക്ലോസിങ് ഓഫ് ദ ഡേ. എങ്ങനെയാണ് നമ്മുടെ ദിവസത്തെ നമ്മൾ അവസാനിപ്പിക്കേണ്ടത്? ഇന്നലെ രാത്രി ഏറ്റവും അവസാനമായി ചെയ്ത കാര്യം എന്തായിരുന്നു എന്ന് പറയാമോ ആർക്കെങ്കിലും ഒരാൾക്ക്? ഇന്നലെ രാത്രി അവസാനമായി ചെയ്ത ഒരു കാര്യം വാട്സപ്പായിരുന്നോ, യൂട്യൂബായിരുന്നോ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിരുന്നോ, എന്തായിരുന്നു? ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ? കമോൺ. പ്രയർ, വെരി ഗുഡ്. പിന്നെ എന്തായിരുന്നു? വാട്സപ്പായിരുന്നു. അതെ, അവസാനത്തെ ആക്ടിവിറ്റി. നാം എപ്പോഴും ആലോചിക്കേണ്ടത് ഓപ്പണിംഗ് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവസാനത്തെ 1 മണിക്കൂർ. ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത 1 അവർ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത 1 അവർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും. അതിൽ ആ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത 1 മണിക്കൂറിൽ നാം ചെയ്യേണ്ടുന്നത് നമ്മളെ ലിസ്റ്റ് ചെയ്യുക. നമ്മളെ ആക്ടിവിറ്റികളെല്ലാം തന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അത് 1, 2, 3, 4 എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അനലൈസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അവിടെ ഹൈ വാല്യൂ, ലോ വാല്യൂ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വാട്ട് വെൻ റൈറ്റ്, വാട്ട് വെൻ റോങ്, വാട്ട് നീഡ് ടു ബി ഇംപ്രൂവ്. എന്തൊക്കെ നമ്മളിൽ നിന്ന് തെറ്റിപ്പോയി, എന്തെല്ലാം തന്നെ നമ്മൾക്ക് നല്ല രീതിയിൽ ഞാൻ ചെയ്തു, എവിടെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുക. അതിനുശേഷം ഓരോ കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുക? പ്രയോറിറ്റൈസ് ചെയ്യുക. എന്നാൽ മാത്രം അതിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ് ആണ് നമുക്ക് ക്ലാരിറ്റിയും അതോടൊപ്പം തന്നെ നമ്മെയും നമ്മളെ ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ഭംഗിയായിക്കൊണ്ട് നിർത്താൻ പറ്റും. ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ലിസ്റ്റ്, അനലൈസ്, പ്രയോറിറ്റൈസ്, ഇൻസൈറ്റ് ആൻഡ് സീൽ. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഫർമേഷനും അതോടൊപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡും നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. സേവേഴ്സ് ആൻഡ് ലാപ്പീസ്, ആർ യു റെഡി ടു implement this? This is the question. Okay? Thank you. Thank you, Mr. Mujib Rahman. ഞങ്ങളുടെ റിയാദ് മാക്സവൻ മത്തയുടെ ഒരു സ്നേഹാദരം നൽകുവാൻ വേണ്ടി നെസ്റ്റോ അൽവഫ ഗ്രൂപ്പിൻ്റെ MD ആയ
നാസർക്കായ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു കയ്യടി വരട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞു 14